അടുത്ത എപ്പിസോഡ് തുടങ്ങുമ്പോൾ ശ്രുതി എല്ലാവരോടായിട്ട് പറയുകയാണ്, ഞാൻ എൻ്റെ സുഭദ്രയായിട്ട് ഹോളി ആഘോഷിക്കാൻ വന്നതാണ്. എന്താ സുഭദ്രേ, നീ ഇപ്പോൾ കുട്ടികളുടെ ഒപ്പം ഹോളി ആഘോഷിക്കാറില്ലേ? ഇത്രയൊക്കെ പറഞ്ഞിട്ട് ശ്രുതി ഒരു പാട്ട് പാടി ഡാൻസ് ചെയ്യാൻ തുടങ്ങുകയാണ്. അങ്ങനെ എല്ലാവരും ഡാൻസിൽ ജോയിൻ ചെയ്ത് എല്ലാവരും അടിച്ചു പൊളിച്ച് ഡാൻസ് കളിച്ച് സന്തോഷത്തോടെ നിൽക്കുകയാണ്. ഇടയ്ക്ക് അശ്വിൻ ഇതൊക്കെ വന്ന് നോക്കിയിട്ട് അകത്തേക്ക് കയറി പോകുന്നുണ്ട്. അങ്ങനെ ശ്രുതി മുത്തശ്ശിയെ പിടിച്ച് ഡാൻസ് ചെയ്യുന്ന സമയത്ത് മുത്തശ്ശി പെട്ടെന്ന് ശ്രുതിയുടെ കൈ തട്ടി മാറ്റിയിട്ട് അവിടെ നിന്ന് പോകാനായിട്ട് ശ്രമിക്കുമ്പോൾ ശ്രുതി പെട്ടെന്ന് സുഭദ്രേ എന്ന് വിളിക്കുമ്പോൾ മുത്തശ്ശി അവിടെ നിൽക്കുന്നു. എന്നിട്ട് ശ്രുതി ഒരു തോക്ക് വാങ്ങിച്ച് അതിൽ നിന്ന് വെള്ളം മുത്തശ്ശിയുടെ ദേഹത്തേക്ക് ചീറ്റുകയാണ്. അങ്ങനെ മുത്തശ്ശി ദേഷ്യത്തിൽ ശ്രുതിയെ നോക്കുന്ന കാണുമ്പോൾ മനോരമയും ഷാമും ഒക്കെ വിചാരിക്കുന്നത് ഇപ്പം മുത്തശ്ശിയുടെ കയ്യിൽ നിന്ന് ശ്രുതിക്ക് കിട്ടുമെന്നാണ്. മനോരമ ഇങ്ങനെ സന്തോഷത്തോടെ നോക്കി നിൽക്കുകയാണ്. മുത്തശ്ശിയാണെങ്കിൽ കുറച്ചു നേരം ഒന്നും മിണ്ടാൻ നിന്നിട്ട് മറ്റൊരു കുട്ടിയുടെ കയ്യിൽ നിന്ന് തോക്ക് വാങ്ങിയിട്ട് ശ്രുതിയുടെ ദേഹത്തേക്ക് വെള്ളം ചീറ്റുകയാണ്. ഇത് കണ്ടിട്ട് എല്ലാവർക്കും സന്തോഷമാവുന്നുണ്ട്. മുത്തശ്ശി പെട്ടെന്ന് ശ്രുതിയെ കെട്ടിപ്പിടിച്ചിട്ട് ഹാപ്പി ഹോളി എന്ന് പറഞ്ഞ് ശ്രുതിയെ സന്തോഷത്തോടെ ഇങ്ങനെ കെട്ടിപ്പിടിക്കുകയാണ്. എന്നിട്ട് മുത്തശ്ശി ശ്രുതിയുടെ മുഖത്തിരുന്ന ആ മീശ ഇളക്കി മാറ്റുന്നു. അപ്പോൾ ശ്രുതി ചോദിക്കുകയാണ്, മുത്തശ്ശിക്ക് എന്നോട് ദേഷ്യമൊന്നുമില്ലല്ലോ? മുത്തശ്ശി പറയാം, ഞാൻ എന്തിനാ നിന്നോട് ദേഷിക്കുന്നത്? ഇന്നത്തെ ദിവസം ഞാൻ ഒരിക്കലും ദേഷിക്കില്ല. ഇന്ന് സന്തോഷത്തിന്റെ ദിവസമല്ലേ? ഒരുപാട് നാൾക്ക് ശേഷം ഇന്നാണ് ഞാൻ ഹോളി ആഘോഷിക്കുന്നത്. ഇതെല്ലാം കേട്ടിട്ട് ശ്യാം പറയുകയാണ്, മുത്തശ്ശി ഹോളി ആഘോഷിക്കുന്ന സന്തോഷത്തിൽ മരുമകളുടെ മുഖത്ത് ഈ മൂത്ത മരുമകൻ തന്നെ ആദ്യം ശ്രുതിയെ ഞാൻ തന്നെ വിഷ് ചെയ്ത് മുഖത്ത് കളർ പരട്ടാം എന്ന് പറഞ്ഞ് കളർ എടുത്ത് ശ്രുതിയുടെ അടുത്തേക്ക് ചെല്ലുന്നു. ശ്രുതി ഇങ്ങനെ പേടിച്ച് നിൽക്കുകയാണ്. പെട്ടെന്ന് അശ്വിൻ അവിടേക്ക് വന്നിട്ട് ശ്യാമിന്റെ കൈ പിടിച്ചു മാറ്റിയിട്ട്, ഇത് കല്യാണം കഴിഞ്ഞുള്ള ഞങ്ങളുടെ ആദ്യത്തെ ഹോളിയല്ലേ, ഞാൻ തന്നെ ശ്രുതിയുടെ മുഖത്ത് കളർ പുരട്ടാമെന്ന് പറഞ്ഞിട്ട് അശ്വിൻ കുറച്ച് കളർ എടുത്തുകൊണ്ട് വന്ന് ശ്രുതിയുടെ മുഖത്ത് പുരട്ടുകയാണ്. ശ്രുതിയാണെങ്കിൽ ആകെ സന്തോഷമാണോ എന്താണെന്നറിയാതെ അശ്വിനെ തന്നെ നോക്കി നിൽക്കുന്നു. പെട്ടെന്ന് അശ്വിൻ പറയുകയാണ്, ഹാപ്പി ഹോളി മൈ ഡിയർ വൈഫ്. അങ്ങനെ മനോരമ പറയാം, ഇതെന്താ ഈ കുഞ്ഞിന് പറ്റിയത്? ഈ ഡ്യൂപ്ലിക്കേറ്റ് മരുമകളെ കുഞ്ഞിനെ മാറ്റിയെടുത്തു. കുഞ്ഞൻ ചെയ്യാത്ത കാര്യങ്ങളാണല്ലോ ചെയ്യുന്നത്. പെട്ടെന്ന് അഞ്ജലി പറയുകയാണ്, വർഷങ്ങളായിട്ട് നീ ഞങ്ങളുടെ ഇപ്പോൾ ഹോളി ആഘോഷിക്കാറില്ലല്ലോ. ഇതിപ്പോൾ ആദ്യമായിട്ടല്ലേ നീ ഹോളി ആഘോഷിക്കുന്നത്? ചേച്ചിക്ക് ഒരുപാട് സന്തോഷമായി. അല്ല, ഭർത്താവ് ഭാര്യയെ വിഷ് ചെയ്ത് കഴിഞ്ഞല്ലോ, ഇനി ഭാര്യ ഭർത്താവിനെ വിഷ് ചെയ്യും. അങ്ങനെ ശ്രുതി കുറച്ച് കളർ എടുത്തുകൊണ്ട് വന്ന് അശ്വിൻ്റെ മുഖത്തും പുരട്ടുന്നു. ഇതൊക്കെ കണ്ടിട്ട് അഞ്ജലിക്കും എല്ലാവർക്കും സന്തോഷമാവുന്നുണ്ട്. അശ്വിനാണെങ്കിൽ ഒരു റൊമാൻറ്റിക് ആയിട്ട് ശ്രുതിയെ തന്നെ ഇങ്ങനെ നോക്കുകയാണ്. ശ്രുതിയുടെ സന്തോഷമൊക്കെ കണ്ടിട്ട് അശ്വിനും സന്തോഷമാവുന്നു. രണ്ടുപേരും പരസ്പരം നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ മുത്തശ്ശി പെട്ടെന്ന് പറയുകയാണ്, കണ്ടില്ലേ, എത്ര വലിയ മലയെയും സ്നേഹം കൊണ്ട് അലിയിച്ച് കളയാം എന്നതിനുള്ള തെളിവാണ് ഇപ്പോൾ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിന്റെ മുത്തശ്ശിന് ഒരുപാട് സന്തോഷമായി കാണും അല്ലേ അഞ്ജലി മോളെ? അങ്ങനെ മുത്തശ്ശി പറയുന്നത് കേട്ടിട്ട് അശ്വിനും ശ്രുതിയും പരസ്പരം ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അടുത്തതായിട്ട് കാണിക്കുന്നത് ശ്രുതി വേഷമൊക്കെ മാറിയിട്ട് രാമേട്ടൻ്റെ അടുത്ത് ചോദിക്കുക, രാമേട്ട എന്തെങ്കിലും ഹെൽപ്പ് വേണം? എന്താ ഈ കലക്കുന്നത്? ഇത് എന്ത് വെള്ളമാ എന്ന് ചോദിക്കുമ്പോൾ രാമേട്ടൻ പറയുകയാണ്, ഇത് ഈ ദിവസം ഹോളി ദിവസം മാത്രം ഉണ്ടാക്കുന്ന ഒരു പ്രത്യേകതരം പാനീയം. ഇത് കുടിച്ചാൽ ഉള്ളിലുള്ളതെല്ലാം പുറത്തു വരും. അപ്പോൾ ശ്രുതി പറയുകയാണ്, എന്നാൽ എനിക്കിത് വേണ്ട, ഇപ്പോൾ ഉള്ളിലുള്ളതൊക്കെ പുറത്തു വന്നാൽ ആകെ പ്രശ്നമാവുമെന്ന് പറഞ്ഞ് ശ്രുതി അവിടെ നിന്ന് പോകുന്നു. ഇതെല്ലാം കേട്ട ശ്യാം പറയുകയാണ്, എങ്കിൽ ഇന്ന് നീ ഇത് കുടിച്ചിരിക്കും, നിന്റെ ഉള്ളിലുള്ളതെല്ലാം ഞാൻ ഇന്ന് അറിഞ്ഞിരിക്കും എന്ന് പറയുകയാണ്. അടുത്തതായിട്ട് ശ്രുതി എല്ലാവർക്കും ഡ്രിങ്ക്സ് കൊണ്ടു കൊടുക്കുന്നതാണ് കാണിക്കുന്നത്. പ്രീതി ഇത് എന്താണെന്ന് ചോദിക്കുമ്പോൾ ആകാശ് പറയാം, അത് പിന്നെ ഇന്നത്തെ ദിവസം ഇവിടെ എല്ലാവർക്കും കൊടുക്കുന്ന ഡ്രിങ്ക്സാണ്. അപ്പോൾ ശ്രുതി പറയാം, ഇത് കുടിച്ചാലേ ഉള്ളിലുള്ളതെല്ലാം പുറത്തു വരും, സൂക്ഷിക്കണം. അപ്പോൾ പ്രീതി, എങ്കിൽ പിന്നെ കുടിച്ചിട്ടേ ഉള്ള കാര്യം എന്ന് പറഞ്ഞിട്ട് ഡ്രിങ്ക്സ് എടുത്ത് കുടിക്കുന്നു. ശ്രുതി ഡ്രിങ്ക്സുമായിട്ട് മനോരമയുടെ അടുത്തേക്ക് ചെല്ലുന്നു. മനോരമ ഡ്രിങ്ക്സ് എടുത്തിട്ട് മോഹന് കൊടുക്കാതെ ശ്രുതി അവിടെ നിന്ന് പറഞ്ഞു വിടുന്നു. ശ്രുതി പിന്നീട് അഞ്ജലിയുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അഞ്ജലി പറയാം, എനിക്ക് ഡ്രിങ്ക്സ് വേണ്ട. അപ്പോൾ ശ്രുതി പറയാം, മാഡത്തിന് ഞാൻ സംഭാരമാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അങ്ങനെ അഞ്ജലി സംഭാരം എടുത്തിട്ട് പറയുകയാണ്, ദേ ഇത് നല്ലൊരു ദിവസമായിട്ട് നിന്നോട് പറയാം, നീ എൻ്റെ നാത്തൂനായിട്ടാണ് വരുന്നത്, അതായത് പ്രീതിയുടെ ചേച്ചിയായിട്ട് വരും. അതുകൊണ്ട് നീ ഇനി മുതൽ എന്നെ ചേച്ചി എന്ന് വിളിച്ചാൽ മതി, മാഡം എന്ന് വിളിക്കരുത്. അഞ്ജലി സംഭാരം കുടിക്കുമ്പോൾ ആ ശ്യാം അടുത്തേക്ക് വന്നിട്ട് പറയാം, ശ്രുതി എല്ലാവർക്കും ഡ്രിങ്ക്സ് കൊടുക്കുമല്ലേ, നമുക്ക് അവളെ കൊണ്ട് ഡ്രിങ്ക്സ് കുടിപ്പിച്ചാലോ? അപ്പോൾ അഞ്ജലി പറയാം, ഏയ് അവൾ കുടിക്കുമെന്ന് തോന്നുന്നില്ല. ശ്യാമാണെങ്കിൽ പക്ഷെ നീ പറഞ്ഞാൽ അവൾ ഉറപ്പായിട്ടും വിശ്വസിക്കും, അവൾ കുടിക്കുകയും ചെയ്യും, നീ ഒന്ന് കൊടുത്തു നോക്ക്. അങ്ങനെ ശ്യാമാണെങ്കിൽ ഡ്രിങ്ക്സ് എടുത്തുകൊണ്ട് വന്ന് അഞ്ജലിയുടെ കൊടുക്കുന്നു. അഞ്ജലി ആണെങ്കിൽ അത് സംഭാരമാണെന്ന് പറഞ്ഞ് ശ്രുതിയെ കൊണ്ട് കുടിപ്പിക്കുന്നു. ശ്രുതി അത് കുടിച്ചു കഴിയുമ്പോൾ അഞ്ജലി പറയുകയാണ്, ദേ നാത്തൂനെ വിശ്വസിക്കാൻ പാടില്ലെന്ന് പറയുന്നത് അതാ, ഇത് ഡ്രിങ്ക്സ് ആയിരുന്നു. ഇതെല്ലാം കേട്ടിട്ട് ശ്രുതി, അയ്യോ എൻ്റെ
തല കറങ്ങുന്നേ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നു. ഈ സമയം ഡ്രിങ്ക്സ് കുടിച്ചിട്ട് ആകാശും പ്രീതിയും പരസ്പരം പറയുകയാണ്, എങ്ങനെയുണ്ട് ഞങ്ങളുടെ ഹോളി ആഘോഷം? അപ്പോൾ പ്രീതി പറയാം, ഒരുപാട് നാൾക്ക് ശേഷം ഞാൻ ഇങ്ങനെ ആഘോഷിക്കുന്നത് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ആകാശ് പറയാം, ഇപ്പോൾ പഴയ പോലെ ആഘോഷമൊന്നുമില്ല, പണ്ട് ഒരുപാട് ആളുകൾ വന്ന് അടിപൊളിയായിരുന്നു, പക്ഷേ ഈ വെട്ടത്തെ ഹോളി ആഘോഷം എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അതെന്താണെന്ന് പ്രീതി ചോദിക്കുമ്പോൾ ആകാശ് പറയാം, എൻ്റെ ജീവിതത്തിൽ ഒരുപാട് ആയിരക്കണക്കിന് വർണ്ണങ്ങൾ വിതറാൻ എൻ്റെ പ്രിയതമ്മ എന്നോടൊപ്പം ഇല്ലേ. പെട്ടെന്ന് ശ്രുതി അവിടേക്ക് വന്നിട്ട്, ആഹാ എൻ്റെ ഇണക്കുരുവികളാണല്ലോ, ഐ ലവ് യു പ്രീതി ചേച്ചി. പിന്നെ നിങ്ങളുടെ ആ അഞ്ജലി ചേച്ചി ഇല്ലേ, അഞ്ജലി ചേച്ചി, ആകാശേട്ടൻ്റെ ചേച്ചി അഞ്ജലി ചേച്ചി, അവരെന്നോട് കള്ളം പറഞ്ഞു എനിക്ക് ഡ്രിങ്ക്സ് തന്നു. ഇപ്പോൾ എല്ലാം എനിക്ക് ഒന്നും രണ്ടും ഇരട്ടിയായിട്ടൊക്കെയാണ് കാണുന്നത്. പക്ഷേ നിങ്ങളെ എത്ര ഇരട്ടിയായിട്ട് കണ്ടാലും എനിക്ക് സന്തോഷം, കാരണം നിങ്ങളെനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഇതെല്ലാം അശ്വിൻ കാണുന്നുണ്ട്. ശ്രുതി പെട്ടെന്ന് പറയുകയാണ്, ദേ ആകാശേട്ട, എൻ്റെ പ്രീതി ചേച്ചിയെ ഒരിക്കലും സങ്കടപ്പെടുത്തരുത്, ഉപേക്ഷിക്കരുത്. അപ്പോൾ ആകാശ് പറയാം, ഏയ് ഞാനത് വാക്ക് കൊടുത്തിട്ടുള്ള ഒരിക്കലും സങ്കടപ്പെടുത്തില്ല. അപ്പോൾ ശ്രുതി പറയുകയാണ്, അതെനിക്ക് വിശ്വാസം, ആകാശേട്ടനെ എനിക്ക് വിശ്വാസമാണ്, ആകാശേട്ടൻ ജെന്യുവിനാണ്, ഹാൻഡ്സമാണ്, റിച്ചാണ്, ഇതൊക്കെ പക്ഷേ എൻ്റെ ഹസ്ബൻഡിനെ പോലെയല്ല എന്ന് പറയുന്നത് കേട്ടിട്ട് അശ്വിനാണെങ്കിൽ ദേഷ്യം വരുന്നുണ്ട്. ഈ സമയം മനോരമയാണെങ്കിൽ ഡ്രിങ്ക്സ് കുടിച്ചിട്ട് ബോധമില്ലാതെ പറയാം, എന്നാലും എൻ്റെ രണ്ട് മരുമക്കളും ഒരു ഗതിയും പരഗതിയില്ലാത്ത വീട്ടിൽ നിന്നാണല്ലോ വന്നത്, റിച്ച് ആയിട്ടുള്ള മരുമകളെ എനിക്ക് കിട്ടിയില്ലല്ലോ എന്ന് ആലോചിച്ച് മനോരമ ഇങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുകയാണ്. മോഹൻ്റെ അടുത്ത് ഓരോന്നൊക്കെ കാണിക്കുന്നു. മോഹനാണെങ്കിൽ അവിടുന്ന് ഗ്ലാസ് വാങ്ങിയിട്ട് അവിടെ നിന്ന് രക്ഷപ്പെടുന്നു. മനോരമയാണെങ്കിൽ പെട്ടെന്ന് ആകാശം പ്രീതി ഒരുമിച്ചിരിക്കുന്ന കൊണ്ടിട്ട് അവരെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ഇവിടെ വെച്ചാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ കൂടി മറക്കരുത്. താങ്ക്